ഹലോ, ശിവോഹൻ ചിന്നയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പനയിലിൽ കണ്ട വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നേശ്വര മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സർവ്വ വിഘ്നങ്ങളും അകറ്റാൻ ശ്രേഷ്ഠമായ മന്ത്രമാണ്. പക്ഷെ ഈ കാര്യം വിഘ്നങ്ങളും തടസ്സങ്ങളും അകറ്റാൻ വേണ്ടി മാത്രം ജപിക്കേണ്ട മന്ത്രമാണ് കേട്ടോ. പക്ഷെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ശ്രീ ഗണേശന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഗണപതി ഹോമം നടത്തിക്കോളൂ. പറ്റുമെങ്കിൽ ഒന്ന് മുട്ടറുത്തോളൂ കേട്ടോ. സ്വയം നമ്മൾ മുട്ട് ഉടക്കില്ല, അതായത് തേങ്ങ എറിഞ്ഞുടയ്ക്കുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തോളൂ, ഏത്തമിട്ട് പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമ്മൾ വന്നിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് കേട്ടോ. തീർച്ചയായിട്ടും ഏത് കാര്യമാണോ പ്രേക്ഷകർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഒരു തടസ്സം വന്ന് നിൽക്കുക, അതങ്ങോട്ട് നടക്കാതെ പോവും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഈ വിഘ്നേശ്വര മന്ത്രം ജപിച്ചോളൂ. തീർച്ചയായിട്ടും തടസ്സമായി നിൽക്കുന്ന ആ കാര്യം നടന്നു കിട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, 108 തവണ ജപിക്കാൻ ശ്രമിച്ചോളൂ. ഞാൻ എപ്പോഴും പറയാറ് കൂട്ടി ജപിക്കാനാണ്. കൂട്ടി ജപിക്കുമ്പോഴാണ് നമുക്ക് എന്താണോ നടക്കാനുള്ളത് അതൊക്കെ പെട്ടെന്ന് ശരിയായി കിട്ടുക. മന്ത്രങ്ങൾ എത്രത്തോളം കൂട്ടി ജപിക്കണോ അത്രയും നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും. ഭക്തിയോടുകൂടി ജപിക്കണം എന്ന് മാത്രം. വിനായക ചതുർത്ഥി ദിവസമൊക്കെ കൂടുതൽ ജപിക്കാൻ കഴിഞ്ഞാൽ ഉത്തമമാണ്. അതല്ലെങ്കിൽ ഞായർ, ചൊവ്വ, ബുധൻ ഏത് ദിവസമാണോ സൗകര്യം അതിനനുസരിച്ച് ജപിച്ചോളൂ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി ഹോമം നടത്തി വന്നതിന് ശേഷം ഈ മന്ത്രം ജപിക്കണം കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ജപിക്കാവുന്ന മന്ത്രമാണ്. മന്ത്രം കേട്ടോളൂ. ഓം ഗം ഗണപതിയേ നമ. ഗണനാഥ ഗണാധിപ സർവ വിഘ്നം ഹനഹന സർവകാര്യം സാധയ സാധയ സ്വാഹ. എളുപ്പത്തിൽ ജപിക്കാവുന്ന കുഞ്ഞു മന്ത്രമാണ്, പ്രയാസമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എങ്ങനെയാണോ കഴിയുക അതിനനുസരിച്ച് ഒറ്റ സംഖ്യയായിട്ട് ജപിച്ചോളൂ കേട്ടോ. അതായത് സമയം കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ 108 തവണ കുറയ്ക്കാതെ ജപിച്ചോളൂ. തീരെ സമയമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് ജപിച്ചോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. എല്ലാവരെയും ശ്രീ ഗണേശ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.